നമസ്കാരം ഗൈസ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹ്യുണ്ടായിയുടെ എക്സ്റ്റർ എന്ന മോഡലിൻ്റെ ഒരു സ്പെഷ്യൽ എഡിഷനായ നൈറ്റ് എഡിഷൻ മോഡലിനെയാണ്. നൈറ്റ് എഡിഷൻ മോഡലിൽ തന്നെ SX വേരിയൻറ്റിൽ വരുന്ന എക്സ്റ്ററിൻ്റെ നൈറ്റ് എഡിഷൻ മോഡലാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ഈ നോർമൽ വെഹിക്കിളും ഈ നൈറ്റ് എഡിഷൻ മോഡലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ SX വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. മുൻഭാഗത്തേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും SX വേരിയൻറ്റിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് നമ്മുടെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് തന്നെയാണ്. പ്രൊജക്ടർ ഹാലജൻ ഹെഡ് ലാമ്പാണ് വരുന്നത്, യെല്ലോ കളർ. അതിന് മേലെ ഹ്യുണ്ടായിയുടെ തന്നെയായിട്ട് Hന്റെ സിമ്പിളോട് കൂടിയ ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ ഒരു സ്കിഡ് പ്ലേറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി മുൻഭാഗത്ത് നൈറ്റ് എഡിഷൻ്റേതായി വരുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഹ്യുണ്ടായിയുടെ ഈ ലോഗോ തന്നെയാണ്. നോർമൽ വേരിയൻസിലെല്ലാം ഈ ലോഗോ ഒരു സിൽവർ ഫിനിഷിലായിരിക്കും വരിക. എന്നാൽ നൈറ്റ് എഡിഷൻ വരുന്ന ഏത് കളറാണെങ്കിലും, ഇത് ബ്ലാക്കാണ്, പക്ഷെ ബ്ലാക്ക് ആവണമെന്നില്ല, മറ്റ് കളേഴ്സ് ആണെങ്കിൽ പോലും ഈ ഹ്യുണ്ടായിയുടെ ലോഗോ ബ്ലാക്ക് ഫിനിഷിൽ തന്നെയായിരിക്കും വരിക. അത് കൂടാതെ താഴെ വരുന്ന എക്സ്റ്റർ എന്നുള്ള ആ എംബ്ലം ലെറ്റർ അത് നോർമൽ വേരിയൻസിലെല്ലാം സിൽവർ കളറിലാണ്, എന്നാൽ നൈറ്റ് എഡിഷനിൽ മാത്രം ബ്ലാക്ക് കളറിലായിരിക്കും വരിക. താഴേക്ക് വരുമ്പോൾ ഫ്രണ്ട് സ്കിഡ് പ്ലേറ്റ് അത് നോർമൽ വേരിയൻസിലെല്ലാത്തിലും സിൽവർ ഫിനിഷിലാണ് വന്നിരുന്നത്, എന്നാൽ നൈറ്റ് എഡിഷനിലേക്ക് വന്നപ്പോൾ അത് ബ്ലാക്ക് കളറിലായി. കൂടാതെ ഒരു റെഡ് ഇൻസേർട്സും നൈറ്റ് എഡിഷൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ റെഡ് ഇൻസേർട്സും നോർമൽ വേരിയൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതല്ല. ഇതാണ് എക്സ്റ്റർ SX നൈറ്റ് എഡിഷൻ്റെ സൈഡ് വ്യൂ വരുന്നത്. സൈഡ് വ്യൂവിലും ഒരുപാട് മാറ്റങ്ങൾ നൈറ്റ് എഡിഷനിൽ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് നോർമൽ വേരിയൻസിനേക്കാളും. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ ടയർ സൈസ് വരുന്നത് ഇതാണ്. 175/65 R15 ഇഞ്ച് ടയറാണ് നമുക്ക് വരുന്നത്. ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം അതിൻ്റെ സ്റ്റൈൽഡ് സ്റ്റീൽ വീൽ തന്നെയാണ്. നോർമൽ വേരിയൻറ്റിൽ വന്നിരുന്ന ഒരു ഡ്യുവൽ ടോൺ സ്റ്റൈൽഡ് സ്റ്റീൽ വീൽ ആയിരുന്നെങ്കിൽ നൈറ്റ് എഡിഷനിലേക്ക് വന്നപ്പോൾ അതൊരു മോണോടോൺ ഡാർക്ക് ഗ്രേ സ്റ്റൈൽഡ് സ്റ്റീൽ വീലാണ്. കൂടാതെ ഫ്രണ്ട് വീലിൻ്റെ ബ്രേക്ക് കാലിപ്പേഴ്സ് മാത്രം ഒരു റെഡ് ഫിനിഷ് നൈറ്റ് എഡിഷനിൽ കൊടുത്തിട്ടുണ്ട്. നോർമൽ വേരിയൻറ്റിൽ അതൊരു സിൽവർ ഫിനിഷാണ് വരുന്നത്. നൈറ്റ് എഡിഷനിൽ മാത്രം വരുന്ന മറ്റൊരു ചേഞ്ചാണ് ഈ ഒരു ബ്ലാക്ക് പെയിൻറ്റഡ് സൈഡ് സിൽ ഗാർണിഷ്. ഈ ഒരു പോർഷനാണ് ഉദ്ദേശിക്കുന്ന സൈഡ് സിൽ ഗാർണിഷ് എന്നുണ്ട്. ആ ഒരു സംഭവം നമുക്ക് നൈറ്റ് എഡിഷൻ വേരിയൻറ്റിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി നമുക്ക് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഫീച്ചറാണ് ബ്ലാക്ക് പെയിൻറ്റഡ് റൂഫ് റെയിൽസ്, അതുപോലെ തന്നെ ബോഡി കളർഡ് ഡോർ ഹാൻഡിൽ ആൻഡ് ബോഡി കളർ ഔട്ട്സൈഡ് മിറർ. അതിലും മിററിൽ തന്നെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സും അവൈലബിൾ ആണ്. സി പില്ലറിൽ വരുന്ന ഈ ഒരു ബ്ലാക്ക് പെയിൻറ്റഡ് ഗാർണിഷ് അതെല്ലാ കളറിലും കോമൺ ആണ്. നൈറ്റ് എഡിഷൻ ആണെങ്കിലും നോർമൽ എഡിഷൻ ആണെങ്കിലും ഈ വരുന്ന ഗാർണിഷ് ബ്ലാക്ക് കളർ തന്നെയാണ് വരുന്നത് എല്ലാ മോഡൽസിലും. അടുത്തതായി റിയർ സീറ്റിലായിട്ട് വരുമ്പോൾ നമുക്കവിടെ വളരെ വിശാലമായൊരു ലെഗ് റൂം തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ലൊരു ഹൈറ്റുള്ള ഒരാൾക്ക് പോലും കാല് ഫ്രണ്ട് സീറ്റിൽ തട്ടാതെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു രീതിയിലുള്ള ലെഗ് റൂം നമുക്ക് ഈ വെഹിക്കിളിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ റിയർ പാസഞ്ചേഴ്സിനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് റിയർ AC വെൻറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ അറിയാം ഈ ഒരു റെഡ് ഇൻസേർട്സ് അത് നൈറ്റ് എഡിഷന് മാത്രം എക്സ്ക്ലൂസീവായിട്ട് വരുന്നതാണ്. നോർമൽ എക്സ്റ്ററിൽ ആ ഒരു റെഡ് ഇൻസേർട്സ് ഉണ്ടായിരിക്കുന്നതല്ല. ഇതാണ് എക്സ്റ്റർ നൈറ്റ് എഡിഷൻ്റെ റിയർ സൈഡ് വ്യൂ വരുന്നത്. ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം എക്സ്റ്റർ നൈറ്റ് എഡിഷൻ്റേതായി എക്സ്ക്ലൂസീവായിട്ട് വരുന്ന ഒരു ഫീച്ചറാണ് ഈ ഡാർക്ക് കളർ ബ്ലാക്ക് കളർ ഹ്യുണ്ടായി ലോഗോ. അതുകൂടാതെ തന്നെ ഒരു നൈറ്റ് എന്നുള്ളൊരു എംബ്ലവും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ ബൂട്ട് ലിഡിൽ ഒരു റെഡ് ഇൻസേർട്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നൈറ്റ് എഡിഷനിൽ എക്സ്ക്ലൂസീവായിട്ട്. എക്സ്റ്റർ എന്നുള്ള റൈറ്റിങ് ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ റിയറിലും ബ്ലാക്ക് കളറിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ റിയർ സ്കിഡ് പ്ലേറ്റും നമുക്ക് ബ്ലാക്ക് കളറിലാണ് നൈറ്റ് എഡിഷനിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മറ്റു വേരിയൻറ്റുകളിൽ ഇത് സിൽവർ കളറിലാണ് ഈ സ്കിഡ് പ്ലേറ്റ് വരിക. അതുപോലെ എക്സ്റ്റർന്നുള്ള ഈ റൈറ്റിങ്ങും അതുപോലെ തന്നെ ഹ്യുണ്ടായി ലോഗോയും നോർമൽ വേരിയൻസിൽ സിൽവർ കളറിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. റിയർ സൈഡിലോട്ട് വരുമ്പോൾ മറ്റുള്ള വേരിയൻറ്റിലുള്ളതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഫീച്ചറാണ്. അതായത് SX വേരിയൻറ്റിൽ കോമൺ ആയിട്ടുള്ള ഫീച്ചറാണ് നൈറ്റ് എഡിഷനിലും നോർമൽ വേരിയൻറ്റിലും ഈ റിയർ ഡീഫോഗേഴ്സ്, അതുപോലെ റിയർ ബ്ലാക്ക് കളർ സ്പോയിലർ. അത് നൈറ്റ് എഡിഷനിൽ മാത്രമല്ല നോർമൽ വേരിയൻസിലും സ്പോയിലർ ബ്ലാക്ക് കളറാണ് വരുന്നത്.
അതുപോലെ ഷാർക്ക് ഫിൻ ആൻറ്റിനയും നമുക്ക് SX വേരിയൻറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. SX വേരിയൻറ്റിൽ സേഫ്റ്റി ഫീച്ചറായിട്ട് റിവേഴ്സ് ക്യാമറ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് എടുക്കുന്ന ടൈമിലെല്ലാം നമുക്ക് സേഫായിട്ട് പാർക്ക് ചെയ്യാനും റിവേഴ്സ് എടുക്കാനായിട്ട് സാധിക്കും. ബൂട്ട് സ്പേസ് നമുക്ക് വരുന്ന 391 ലിറ്റർ, അതായത് 391 ലിറ്ററിൻ്റെ ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ബൂട്ട് സ്പേസ് ആണ് നമുക്ക് എക്സ്ട്രയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ബൂട്ടിൽ തന്നെ നമുക്കൊരു റിയർ പാർസൽ ട്രേയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബൂട്ട് സ്പേസിന് മേളിലായിട്ട്. ഡ്രൈവർ ഡോറിലേക്ക് വരുമ്പോൾ അതിൻ്റെ സൈഡ് ആംബ്രസ്റ്റിനോട് ചേർന്ന് തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ കൺട്രോൾസും തന്നെ വരുന്നുണ്ട്. നമ്മുടെ മിറേഴ്സ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. SX നൈറ്റ് എഡിഷനിലും രണ്ടിലും കോമൺ ആണ് ഈ ഫീച്ചേഴ്സ് എല്ലാം. നാവിഗേഷൻ കീ ഈ ഒരു ബട്ടൺ വെച്ചിട്ട് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മിററാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്ന് ഈ കീ വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം ഡബിൾ ബട്ടൺ വെച്ചിട്ട്. ഇപ്പോൾ റൈറ്റിലേക്ക് പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഈ നാവിഗേഷൻ കീ വെച്ചിട്ട് റൈറ്റ് സൈഡ് മിറർ ആയിരിക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുക. അതേസമയം ഇത് ലെഫ്റ്റിലേക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം കീ വെച്ചിട്ട് കീസ് യൂസ് ചെയ്ത് നമുക്ക് ലെഫ്റ്റ് സൈഡ് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ബട്ടൺ യൂസ് ചെയ്യുന്നത് മിറർ ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനായിട്ടാണ്. ജസ്റ്റ് ഒരു സിംഗിൾ പ്രസ്സിൽ നമുക്ക് മിറേഴ്സ് ഇതുപോലെ ഫോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും, അൺഫോൾഡ് ചെയ്യാനായിട്ടും സാധിക്കും. നെക്സ്റ്റ് വരുന്നത് സെൻട്രൽ ലോക്കിൻ്റെ ബട്ടൺസ് ആണ്. ലോക്ക്, അൺലോക്ക് ഓപ്ഷൻസാണ് വരുന്നത്. പിന്നെ 4 ഡോർ പവർ വിൻഡോസിൻ്റെയും കൺട്രോൾസ് ഡ്രൈവർ ഡോറിൽ തന്നെ ഉണ്ട്. അതുകൂടാതെ ഡ്രൈവർ ഡോർ മാത്രം പവർ വിൻഡോ ഓട്ടോ ഡൗൺ ആണ്. പിന്നെ റിയർ പവർ വിൻഡോ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടുന്ന് അവൈലബിൾ ആണ്. അത് മെയിനായിട്ടും യൂസ് ചെയ്യുന്ന കാര്യത്തിൽ പലർക്കും കൺഫ്യൂഷൻ പറയാറുണ്ട്. മെയിനായിട്ട് കുട്ടികളൊക്കെ ഇരിക്കുമ്പോൾ പുറകിലിരുത്തി ട്രാവൽ ചെയ്യുമ്പോൾ അവർ പവർ വിൻഡോ പൊക്കിയും താത്തിയും കളിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് മെയിനായിട്ട് യൂസ് ആയിട്ട് വരാറ്. ഇത് ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ പുറകിലത്തെ സീറ്റിൽ നിന്ന് അവർക്ക് പവർ വിൻഡോസ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആംബ്രസ്റ്റിനോട് ചേർന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു ബോട്ടിൽ ഹോൾഡർ അവിടെ ഒരു ഡീസൻറ്റ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻസൈഡ് ഡോർ ഹാൻഡിൽസ് നോക്കിയാൽ അറിയാം, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ടച്ച് ആൻഡ് ഫീൽ കിട്ടുന്നൊരു ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ്. ഒരു മെറ്റൽ ഫിനിഷ്, ഗ്ലോസി പെയിൻറ്റ് ആയിട്ടുള്ളൊരു മെറ്റാലിക് ഫിനിഷുള്ള ഒരു ഡോർ ഹാൻഡിൽസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡോറിൻ്റെ ടോട്ടൽ തീം നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഫിനിഷാണ് കംപ്ലീറ്റ്ലി. അത് നോർമൽ വെഹിക്കിളിനാണെങ്കിലും ഈ ഒരു സെയിം ഫിനിഷ് തന്നെയാണ് വരുന്നത്. ഇതാണ് വെഹിക്കിളിൻ്റെ സീറ്റ് മെറ്റീരിയൽ വരുന്നത്. ഒരു ഫുൾ ബ്ലാക്ക് സീറ്റ്സ് ആണ് വരുന്നത്. അതിൽ തന്നെ എക്സ്റ്റർ എന്നുള്ളൊരു ബാഡ്ജിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നൈറ്റ് എഡിഷനിൽ മാത്രം ഈ ഒരു റെഡ് ഇൻസേർട്സും സീറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റിച്ചിങ് എല്ലാം നോക്കിയാൽ അറിയാം, റെഡ് കളറിലുള്ള സ്റ്റിച്ചിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ റെഡ് ഇൻസേർട്സ് നൈറ്റ് എഡിഷനിൽ മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. കൂടാതെ തന്നെ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള ഓപ്ഷനും SX വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. നൈറ്റ് എഡിഷൻ്റെ ഇൻറ്റീരിയർ ആണ് ഈ കാണുന്നത്. ഇതിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഒരു റെഡ് ഇൻസേർട്സ് ആണ്. AC ബ്ലോവറിന് ചുറ്റും ആ ഒരു റെഡ് ഇൻസേർട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നൈറ്റ് എഡിഷൻ്റേതായി. അതുകൂടാതെ തന്നെ AC-യുടെ തന്നെ കൺട്രോൾസിൽ ആ ബട്ടൺസിന് ചുറ്റും കൊടുത്തിരിക്കുന്ന ആ ഒരു റെഡ് ഇൻസേർട്സ്, അതുപോലെ AC സെൻട്രൽ വെൻറ്റിലേഷൻ്റെ വെൻസിൻ്റെ കീയിൽ അതിലും റെഡ് ഇൻസേർട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് കൂടാതെ നോർമൽ വെഹിക്കിളിൽ ഈ ഒരു ഡാഷ്ബോർഡിൽ ഈ ഒരു പോർഷൻ വന്നിരുന്നത് ഒരു സിൽവർ ഫിനിഷിലായിരുന്നു. അത് നൈറ്റ് എഡിഷനിലായിട്ട് വന്നപ്പോൾ അവിടെയും ആ ഒരു ബ്ലാക്ക് ഫിനിഷ് ഹ്യുണ്ടായി പ്രൊവൈഡ് ചെയ്തു. അടുത്തതായി നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കാം. ഇതാണ് SX വേരിയൻറ്റിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്ന മെയിനായിട്ടുള്ള ഇൻഡിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് ഫ്യൂവലിൻ്റെ ഇൻഡിക്കേഷനാണ്. ഫ്യൂവൽ ലോ ആയി കഴിഞ്ഞിട്ട് വാണിങ്, അതുപോലെ ഫ്യൂവൽ മീറ്ററിൻ്റെ ബ്ലിങ്ക് ചെയ്യുന്നത്. കൂടാതെ സ്പീഡ്, ഹാൻഡ് ബ്രേക്ക്, സീറ്റ് ബെൽറ്റ് ഇടാത്തതിൻ്റെ. ഇത് ഡിസ്റ്റൻസ് ടു empty, അതായത് ബാക്കിയുള്ള ഫ്യൂൽ കൊണ്ട് എത്ര കിലോമീറ്റർ ഓടും എന്നുള്ള ഇൻഡിക്കേഷനാണ് കാണിക്കുന്നത്. ഇത് ഒരു ട്രിപ്പ് കിടക്കുന്നതാണ്, കിലോമീറ്റർ, ടൈം, കിട്ടിയ മൈലേജ് കാര്യങ്ങളെല്ലാം. ഇത് കറണ്ട് RPM കാര്യങ്ങളാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ തേർഡ് വിൻഡോയിൽ നമുക്ക് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം അവൈലബിൾ ആണ്.
അത് മെയിനായിട്ട് റണ്ണിങ് ടൈമിലായിരിക്കും ആ ടയർ പ്രഷർ സെൻസ് ചെയ്യുന്നത്. നമുക്ക് ഈ വേരിയൻറ്റിൽ സ്റ്റിയറിങ് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. ഈ ഒരു നോബ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിങ് അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആവും. ഇതുപോലെ നമുക്ക് പൊസിഷനിൽ ഇഷ്ടമുള്ള പൊസിഷനിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. തിരിച്ച് പഴയതുപോലെ തന്നെ ഈ നോബ് ലോക്ക് ചെയ്തും വെക്കണം. നൈറ്റ് എഡിഷനിലും ഹ്യുണ്ടായിയുടെ ലോഗോ സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻട്രൽ കൊടുത്തിരിക്കുന്നത് സിൽവർ ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് മെയിനായിട്ടൊരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് നൈറ്റ് എഡിഷനിൽ വരുന്നത്. അതിൽ കൺട്രോൾസ് നമുക്ക് നോക്കാം. ലെഫ്റ്റ് സൈഡ് കൺട്രോൾസ്, അതായത് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് ആണ്. വോയിസ് കമാൻഡ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ബട്ടൺ, വോളിയം കൺട്രോൾസ്, മ്യൂസിക് അല്ലെങ്കിൽ റേഡിയോ സ്റ്റേഷൻ, നെക്സ്റ്റ് അല്ലെങ്കിൽ പ്രീവിയസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്, മോഡ്, നമുക്ക് പല മോഡ്സ് ഇതിൻ്റെ അകത്ത് മ്യൂസിക് സിസ്റ്റത്തിൽ അവൈലബിൾ ആണ്. മെയിനായിട്ട് വരുന്നത് ഇപ്പോൾ ഞാൻ മോഡ് പ്രസ് ചെയ്യുമ്പോൾ കാണാം നോ മീഡിയ സോഴ്സസ് അവൈലബിൾ. മെയിനായിട്ടുള്ള മീഡിയ സോഴ്സസ് ടഗിൾ ചെയ്യാനുള്ള ഒരു കീ ആണത്. അതിൽ നമുക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യണം എന്നുള്ളത് നമുക്കത് ആ മോഡ് പ്രസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ടഗിൾ ചെയ്യണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇൻഫോർടൈൻമെൻറ്റിൻ്റെ ടച്ച് സ്ക്രീനിൽ അവൈലബിൾ ആണ്, സെറ്റിങ്സിൽ അവൈലബിൾ ആണ്. ഇനി താഴെ വരുന്നത് കോളിങ്ങിനുള്ള ബട്ടണാണ്. നമുക്ക് കോള് ഡ്രൈവ് ബ്ലൂടൂത്ത് പെയർ ചെയ്തിരിക്കുന്ന ടൈമിൽ കോൾസ് വരികയാണെന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ സ്റ്റാർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഡിസ്കണക്ട് ചെയ്യാന്നുള്ളത് പ്രീസെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വെഹിക്കിളിൽ. അതുകൊണ്ട് ആ ഒരു ബട്ടൺ എന്ത് ഫംഗ്ഷനിലേക്ക് അസൈൻ ചെയ്യണം എന്നുള്ള ഓപ്ഷൻ ടച്ച് സ്ക്രീനിൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നത്. ഇത്രയും ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ആ ബട്ടണിന് അസൈൻ ചെയ്യാനായിട്ട്. നോർമലി എല്ലാവരും ഇടാറുള്ളത് ഈ ഒരു ഓപ്ഷനാണ്, റിജക്റ്റ് ഓർ എൻഡ് കോൾ. അത് സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നീടൊക്കെ കോൾസ് അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ എൻഡ് ആവും. ഇനി അതല്ല നമുക്കിഷ്ടമുള്ള വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ വേണം അതിന് അസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷനിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ മറ്റൊരു ഫംഗ്ഷനാണ്, ഇവിടെ ഒരു സ്റ്റാർ ബട്ടൺ ഉണ്ട് ഇൻഫോർടൈൻമെൻറ്റ് സൈഡിൽ വരുന്ന സ്വിച്ചിൽ. അതിലും നമുക്ക് എന്തെങ്കിലും ഫേവറേറ്റ് ഓപ്ഷൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഫോർടൈൻമെൻറ്റിൽ പ്രസ് ചെയ്യുമ്പോൾ ഓപ്ഷൻ വരുമ്പോൾ അതിൻ്റെ അകത്ത് കാണിക്കും. ഈ ഇത്രയും ഓപ്ഷൻസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആ ഒരു ബട്ടണിലേക്ക് നമുക്ക് അസൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഫോർടൈൻമെൻറ്റിൽ തന്നെ ഈ ഒരു ഓപ്ഷൻ കാണാം, മോഡ് ബട്ടൺ സ്റ്റിയറിംഗ് വീൽ. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ആ മോഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ടഗിൾ ചെയ്യണം എന്നുള്ള ഓപ്ഷനാണ് അതിൻ്റെ അകത്ത് കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് എന്തൊക്കെ ടഗിൾ ചെയ്യണം എന്നുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവൈലബിൾ ആയിരിക്കുന്നതിനനുസരിച്ച് അതെല്ലാം ടഗിളായി മാറുന്നതാണ്, മാറി മാറി വരും. അത് ഫോൺ പ്രൊജക്ഷൻ, USB മ്യൂസിക്, FM, AM, ബ്ലൂടൂത്ത് ഓഡിയോ, ഇതിലേതൊക്കെയാണോ അറ്റ് ദ ടൈം അവൈലബിൾ ആയിട്ടുള്ളത് മോഡ് ഓരോ തവണ പ്രസ് ചെയ്യുമ്പോഴും അത് മാറി 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 വന്നുകൊണ്ടിരിക്കും. സ്റ്റിയറിങ്ങിൻ്റെ റൈറ്റ് സൈഡ് കൺട്രോൾസ് മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസാണ്. ഈ ബട്ടൺ അറിയാം, നമുക്ക് ഇതിൽ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലെ ഓരോ വിൻഡോസ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണിത്. ഇതിൽ ഇപ്പോൾ ശ്രദ്ധിച്ചറിയാം, ഒരു ഡോറ് തുറന്ന് കിടക്കുന്ന റിയർ ഡോറ് ഞാൻ അടച്ചിട്ടില്ല. ആ ഒരു ഡോറ് അൺലോക്ക് അല്ല എന്നുള്ള ഇൻഡിക്കേഷൻ കാണുന്നത് നമുക്ക് ഇതിനകത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. അടുത്ത ഈ കൺട്രോൾസ് വരുന്നത് ക്രൂസ് കൺട്രോളിൻ്റെയാണ്. നമ്മൾ ക്രൂസ് കൺട്രോൾ അത് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ക്രൂസ് എന്ന് കാണിക്കും. പിന്നീട് നമുക്ക് റണ്ണിങ് ടൈമിൽ അതിൻ്റെ സ്പീഡ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതനുസരിച്ച് വെഹിക്കിൾ ആക്സിലറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, വെഹിക്കിൾ ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോളും. ഇത് ബാക്കി നമ്മുടെ ക്ലസ്റ്ററിൽ വരുന്ന സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഈ ഒരു ചേഞ്ച് ചെയ്യാനുള്ള ടഗിൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് ഈ കാണുന്നത്. ഇതിൽ നമുക്ക് ഓരോ ട്രിപ്പ് ഇങ്ങനെ മാറി മാറി വരുന്ന കാണാം. അതിനുശേഷം അത് ഏതെങ്കിലും റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ OK എന്ന് പറയുന്ന ബട്ടണുണ്ട്. ആ ബട്ടൺ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റീസെറ്റ് ആവുന്ന കാണാനായിട്ട് സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് റീസെറ്റ് ചെയ്യാം. OK ഹോൾഡ് ചെയ്തു, ഇപ്പം എല്ലാം റീസെറ്റായി. ആസ് യൂഷ്വൽ നമ്മുടെ വൈപ്പറിൻ്റെ കൺട്രോൾസ് എല്ലാം ലെഫ്റ്റ് സൈഡിലും ഹെഡ്ലൈറ്റ് കൺട്രോൾസ് എല്ലാം റൈറ്റ് സൈഡിലുമാണ് വരുന്നത്. അത് മുൻപത്തെ വീഡിയോകളിലെല്ലാം ഹെഡ്ലൈറ്റ്സിൻ്റെ കൺട്രോൾസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വ്യത്യാസം അതിനകത്ത് കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. ഓട്ടോ, പാർക്ക്, ഹെഡ്ലൈറ്റ്, ബ്രൈറ്റ് കൺട്രോൾസ് എല്ലാം സെയിം തന്നെയാണ്. വൈപ്പറിൻ്റെ കൺട്രോൾസ് ആണെങ്കിലും അകത്തേക്ക് വാഷർ, ബാക്കി ഇൻ്റർമിറ്റൻ്റ് എന്നുള്ള ഇതിൽ വരുമ്പോൾ ഇൻ്റർമിറ്റൻ്റ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്,
ലോ, ഹൈ, ഈ എന്ത് ചേഞ്ച് ചെയ്താലും അത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്ക് ഇൻഡിക്കേഷനായിട്ട് കാണിച്ചും തരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഗിയർ നോബ് വരുന്നത്. ഇത് ഗിയർ നോബിൻ്റെ ഡിസൈൻ രണ്ടിലും സെയിം ആണ്. നൈറ്റ് എഡിഷനിലും നോർമലിലും 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് പ്ലസ് റിവേഴ്സ്. എന്നാൽ ഗിയർ നോബിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു പോർഷനിൽ വരുന്ന റെഡ് സ്റ്റിച്ചിങ് അത് നൈറ്റ് എഡിഷനിൽ മാത്രം എക്സ്ക്ലൂസീവായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. അടുത്തതായി നമുക്ക് എ സിയുടെ കൺട്രോൾസിലായിട്ട് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഈ റെഡ് ഇൻസേർട്സ് എല്ലാം നൈറ്റ് എഡിഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നോർമൽ വെഹിക്കിളിൽ ഈ റെഡ് ഇൻസേർട്സ് ഉണ്ടായിരിക്കുന്നതല്ല. ഇതിൽ നിലവിൽ എയർ കണ്ടീഷനിങ് ഓഫാണ്. ബട്ട് ഇത് ഓട്ടോമാറ്റിക് എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ് വരുന്നത്. ഫുള്ളി ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ. നമുക്ക് എ സി ഓണാക്കി ഇതിൽ നമുക്ക് ഒന്നുകിൽ മാനുവലി ഫാൻ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല, നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 23 അല്ലെങ്കിൽ 24 എന്നൊരു ടെമ്പറേച്ചർ ഞാൻ സെറ്റ് ചെയ്തു. ഇനി ഓട്ടോ മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് ഓൺ ആവും. ഇനി വെഹിക്കിൾ ആ ഒരു ടെമ്പറേച്ചർ വെഹിക്കിൾ കൺട്രോൾ ചെയ്തോളും. നമ്മൾ ഫാൻ സ്പീഡോ അല്ലെങ്കിൽ വെഹിക്കിളിൽ ഇരിക്കുന്ന ആൾക്കാർ ഡ്രൈവറോ ഒന്നും ഫാൻ സ്പീഡ് പിന്നീട് മാനുവലി ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വെഹിക്കിൾ താനെ ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു ടെമ്പറേച്ചർ മേക്കപ്പ് ചെയ്തോളും. എയർ കണ്ടീഷനിങ്ങിൻ്റെ കൂടെ വരുന്ന മറ്റ് സ്വിച്ചസ് ആണിത്. ഇത് ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ഇത് എയർ സർക്കുലേഷൻ സെലക്ട് ചെയ്യാനുള്ളതാണ്. നിലവിൽ ഇൻസൈഡ് എയർ സർക്കുലേഷനാണ് കിടക്കുന്നത്. അതായത് വെഹിക്കിളിനകത്ത് എയർ തന്നെ സർക്കുലേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഓഫാക്കി കഴിഞ്ഞാൽ ഔട്ട്സൈഡിൽ നിന്നുള്ള എയറും ക്യാബിനകത്തേക്ക് എടുക്കും. ഇത് ബ്ലോവറിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനാണ്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, നേരെ വരുന്നുണ്ട്. അതുപോലെ ലെഗിലേക്കും ഒരു AC വെൻറ്റിലേഷൻ വരുന്നുണ്ട്, ACയുടെ എയർ സർക്കുലേഷൻ വരുന്നുണ്ട്. ഇതിപ്പോൾ ലെഗിലേക്ക് മാത്രമായി. പ്ലസ് ഡീഫോഗറും കൂടെ ഓണായി. വീണ്ടും തിരിച്ച് നമ്മൾക്ക് നേരെ ഫേസ് ചെയ്തുകൊണ്ടുള്ള എയർ സർക്കുലേഷൻ ഓണായി. ഇത് റിയർ ഡീഫോഗറിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. ഫ്രണ്ട് ഡീഫോഗർ അറിയാം, ഗ്ലാസ്സിൽ മിസ്റ്റ് വരുന്ന കണ്ടീഷനിൽ ആ മിസ്റ്റ് ക്ലിയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫീച്ചറാണിത്. നമുക്കറിയാം, ഇപ്പം മഴക്കാലമാണ്, റെയിനി സീസണിലൊക്കെ നമുക്ക് ഗ്ലാസ്സിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഫ്രണ്ട് ഗ്ലാസ്സിലും റിയർ ഗ്ലാസ്സിലും മിസ്റ്റ് വരാറുണ്ട്. അതുപോലെ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ യൂസ് ചെയ്യാനുള്ളതാണ് ഇത് രണ്ടും. അതിൽ ഇത് കറക്റ്റായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടും റിയറും ഏതാണെന്നുള്ളത്. ഇത് AC എയർ കണ്ടീഷനിങ് സിസ്റ്റം ഫുള്ളി ഓഫ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഓഫായി. നെക്സ്റ്റ് നമുക്ക് വരുന്ന ഓപ്ഷനാണ് ഈ കൊടുത്തിരിക്കുന്ന ചാർജിങ് ഓപ്ഷൻസ്. ഒന്ന് USB പോർട്ട് അവൈലബിൾ ആണ്. രണ്ടാമതൊരു ലൈറ്റ് ഫാസ്റ്റ് ചാർജിങ് പോർട്ട് അവൈലബിൾ ആണ്. പിന്നെ യൂണിവേഴ്സൽ ചാർജിങ് സോക്കറ്റ് വെച്ചിട്ടുള്ള ചാർജിങ്ങും നമുക്ക് 12 വോൾട്ട് സോക്കറ്റും അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഒരു ഹോം പേജ് എന്ന് പറയുമ്പോഴത്തേന് വരുന്നത്. അതിൽ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. മെനു, ടൈം, ഡേറ്റ്, ടൈം, റേഡിയോ, ബാക്കി കൺട്രോൾസ്, ഓൾ മെനു, ഫോൺ, മീഡിയ, സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓൾ മെനു സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും കൺട്രോൾസാണ് വരുന്നത്. അതിൽ ഫോൺ പ്രൊജക്ഷൻ, വോയിസ് മെമ്മോ, റേഡിയോ, മീഡിയ, DRVM, ക്വയറ്റ് മോഡ്, സെറ്റിങ്സ്. ഇതിൻ്റെ അകത്ത് ഈ മോഡ്സ് എല്ലാം ഞാൻ മുമ്പിലുള്ള വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫോൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് പെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണിക്കും. അതിൻ്റെ അകത്ത് നമുക്ക് ആഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കാണിക്കും. ഹാൻഡ് ഫ്രീ കോളിംഗ്, ബ്ലൂടൂത്തോടെ ഏതാണ് പ്രിഫറൻസ് സെലക്ട് ചെയ്യാൻ പറയും. ഓക്കെ കൊടുക്കുക. ഇനി നമ്മുടെ മൊബൈലിൽ നിന്ന് ബ്ലൂടൂത്ത് സ്കാൻ ചെയ്താൽ അതിൻ്റെ അകത്ത് എക്സ്ട്രാ കാണിക്കും. ആ എക്സ്ട്രയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പെയർ ആവുന്നതാണ്. ബാക്കി ഫോൺ പ്രൊജക്ഷൻ അത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ഓർ ആപ്പിൾ കാർപ്ലേ അപ്രൂവ്ഡ് USB കേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേ എടുക്കാം. വോയിസ് മെമ്മോ പ്രസ് ചെയ്ത് നമുക്കിതുപോലെ വോയിസ് നോട്ടായിട്ട് എന്തെങ്കിലും റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. സേവ്ഡ്, അതായത് നമ്മൾ ഡ്രൈവിംഗ് ടൈമിൽ എന്തെങ്കിലും റിമൈൻഡർ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നീട് ഓർത്തിരിക്കണമെങ്കിൽ ഇതുപോലെ നമുക്ക് പിന്നീട് പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഓർത്ത് വെക്കണം, റിമൈൻഡർ ഒന്നും വെക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കത് വോയിസ് മെമ്മോ ആയിട്ട് സേവ് ചെയ്യാം. പിന്നീട് എപ്പോഴെങ്കിലും നമുക്കത് കേട്ട ആ ഒരു റിമൈൻഡർ എന്ത് കാര്യമാണോ അത് നമുക്ക് പിന്നീട് ഓർത്ത് വെക്കാൻ റിമൈൻഡർ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബാക്കി കൺട്രോൾസ് ഫീച്ചേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. മീഡിയ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇത്രയും മീഡിയ ഓപ്ഷൻസ് ഉണ്ട്. FM, ബ്ലൂടൂത്ത് ഓഡിയോ, USB മ്യൂസിക്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, AM. ഇത്രയും മ്യൂസിക് റിസോഴ്സസിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. DRVM റണ്ണിങ് ടൈമിൽ റിയർ ക്യാം ഓണാക്കി ഇടാനുള്ള ഓപ്ഷനാണ്.
ഞാൻ ഹാൻഡ് ബ്രേക്ക് ആയതുകൊണ്ടാണ് ഓൺ ആവാത്തത്. ഇപ്പോൾ മാനുവലി നമുക്ക് റിയർ ക്യാം ഓൺ ആക്കിയിടാനുള്ള ഓപ്ഷൻ ആക്ടിവേറ്റ് ആയതാണ് ഈ കാണുന്നത്. മ്യൂസിക് സിസ്റ്റം പറയുകയാണെങ്കിൽ ഒരു 4 സ്പീക്കർ മ്യൂസിക് സിസ്റ്റമാണ് നമുക്ക് വെഹിക്കിളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 4 ഡോറിലും സ്പീക്കർ വരുന്നുണ്ട്. അതുപോലെ 6 എയർ ബാഗ്, ABS, EBD തുടങ്ങിയവയെല്ലാം ഈ വെഹിക്കിളിൽ എക്സ്ട്രാ മോഡലിൽ സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. റിവേഴ്സ് സെൻസർ അടക്കം ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. അതുപോലെ ഈ മോഡലിൽ SX മോഡലിൽ നമുക്ക് സൺറൂഫും അവൈലബിൾ ആണ്. മാനുവൽ ഷെയ്ഡ്, അതുപോലെ മുൻപ് കണ്ട പോലെ ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സൺറൂഫാണ്. റൂഫ് നൈറ്റ് എഡിഷൻ്റെയും നോർമൽ വേരിൻ്റെയും കളർ വരുന്നത് സെയിം കളറാണ്. ഈ ഒരു ഗ്രേജ് കളറാണ് വരുന്നത്. ഹ്യുണ്ടായി എക്സ്റ്ററിൻ്റെ അണ്ടർ ദ ഹുഡിലേക്ക് വരുമ്പോൾ നമുക്ക് 1.2 ലിറ്ററിൻ്റെ ഒരു കാപ്പ VT എഞ്ചിനാണ് ലഭിക്കുന്നത്. 1200 cc 4 സിലിണ്ടർ എഞ്ചിനാണ്. 83 PS പവർ പ്രൊവൈഡ് ചെയ്യുന്ന എഞ്ചിനാണ്. നമുക്ക് ഈ എൻജിൻ തരുന്ന 113 Nm അല്ലെങ്കിൽ 11.6 kgm ടോർക്കാണ് ഈ എൻജിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സ്റ്റൻഡ് ഡയമെൻഷൻസിലേക്ക് വരുമ്പോൾ നമുക്ക് മുൻഭാഗത്ത് അല്ലെങ്കിൽ മുൻപ് റിയറിലായിട്ട് കിട്ടുന്ന വിഡ്ത്ത് എന്ന് പറയുന്നത് 1710 mm ആണ് വിഡ്ത്തായിട്ട് കിട്ടുന്നത്. സൈഡിലേക്ക് വരുമ്പോൾ 3810 mm ലെങ്ത്തും 2450 mm വീൽ ബേസും നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ 185 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ ഹൈറ്റ് വരുമ്പോൾ 1630 mm ആണ് ഹൈറ്റ് വരുന്നത്. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്ററിൽ തന്നെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് വരുന്നൊരു മോഡലാണ് എക്സ്റ്ററിൻ്റെ നൈറ്റ് എഡിഷൻ വേരിയൻറ്റ്. എക്സ്റ്ററിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസും ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഫ്രീ ടെസ്റ്റ് ഡ്രൈവ്, ഫ്രീ എക്സ്ചേഞ്ച് വാല്യുവേഷൻ എല്ലാം അവൈലബിൾ ആണ്. സോ താങ്ക് യു. അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.